ഗൈസ് വെൽക്കം ടു മലു ബ്രോ വൺസ് അഗെയിൻ. അല്ല, എന്തോ നമ്മുടെ കൊച്ചു കേരളത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുവാ നടക്കുന്നേ? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മുഴുവൻ എന്തോ പറയുക, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കാലഘട്ടത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നന്മവരങ്ങളായിരുന്നു. അത് നമ്മുടെ ഫിറോസ് ആയിരുന്നു തുടങ്ങി വെച്ചിരുന്നത്. ഫിറോസ് ഒരു ചെറിയൊരു പഴയൊരു മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ച് കുറച്ച് അരി ഭക്ഷണ സാധനങ്ങളൊക്കെ പാവങ്ങൾക്ക് കൊടുത്ത് അങ്ങനെ ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു കമ്മീഷൻ സ്ട്രക്ചറിൽ നന്മപരമായിട്ട് ഫിറോസ് വന്നു. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫിറോസ് വന്നായിരുന്നു. ഫിറോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണങ്ങളും വെറൈറ്റി ആയിട്ട് വലിയ വലിയ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് ഓർഫനേജിനൊക്കെ കൊടുത്തിട്ട് ഒരു ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് കുറച്ച് ആക്റ്റീവായിട്ടുള്ള എൻ്റെ കാസറ്റ് ഏജൻറ്റ് അങ്ങനെ വലിയ 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 ടീമുകളൊക്കെ വന്നു. അതായത് പാരലൽ യൂണിവേഴ്സ് ആയിട്ടുള്ള കുറച്ച് ജുഡീഷ്യറി സിസ്റ്റം അവരാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ നിയന്ത്രിക്കുക എന്നൊക്കെ. ഇതിനിടയിലാണ് നമ്മുടെ തൊപ്പിയുടെ അരങ്ങേറ്റം. അപ്പം തൊപ്പി ചെറിയ മീനല്ല കേട്ടോ. തൊപ്പി എന്നൊക്കെ പറയുന്ന നിഹാദിന് നല്ല രീതിയിൽ കൂടോത്രം അറിയാമെന്നാണ് തോന്നുന്നത്. കൂടോത്രം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? കൂടോത്രം. നിഹാദ് ഇങ്ങനെ റൂമിലിരുന്നിട്ട് ഇങ്ങനെ മന്ത്രിക്കും. അതൊരു പ്രത്യേകതരം ജിഹാദാണെന്ന് ഇപ്പം നാളെ ഏതെങ്കിലും ചാനലുകാർ പറയും. കാരണം ചെറുക്കനെ പറ്റി അപവാദങ്ങൾ പറഞ്ഞിറക്കി ഒരാഴ്ച തീരുമ്പോഴേക്ക് എല്ലാം നട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചെറുക്കനെ പറ്റി നമ്മുടെ കാതിർ കരിപ്പൊടി എന്തൊക്കെയോ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. കാതിർ കരിപ്പൊടി ഇപ്പം കാതിർ കരിപ്പൊടി സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എവിടേക്കോ ഒളിഞ്ഞു നിന്ന് പോസ്റ്റ് ഇടുന്നൊരു ഗതികേട് വന്നു. തൊപ്പിയെപ്പറ്റി കാസറ്റ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇപ്പം കാസറ്റിനെ UAE-ന്ന് അതേ പ്ലാറ്റ്ഫോം കിക്ക് തന്നെ ലൈവിൽ എന്തോ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടില്ലെന്നോ ബൈ മിസ്റ്റേക്കാണെന്നോ അതിൻ്റെ പേരിൽ അവനും പൊട്ടിരിക്കുകയാണ്. തൊപ്പിക്കെതിരെ നിയമ നടപടിയായിട്ട് പോയിട്ടുള്ള ഹനാൻഷ ഒരു പെപ്പയുടെ ഒരു ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയൊരു സെറ്റിൽമെൻറ്റിൻ്റെ പാവം അറിയാതെയോ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവനും പെട്ടികിടക്കുകയാണ്. ഇതിനിടയിൽ ഒരു പെങ്കൊച്ചു വന്നിട്ട് എന്ത് ഹലൻ സ്പോട്ടാണ്, എന്തോ ഒരു സ്പോട്ട്, പെങ്കൊച്ചു വന്നിട്ട് അവൻ എന്നെ പിച്ചി മാന്തി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തൊപ്പിക്കെതിരെ സംസാരിച്ചായിരുന്നു. അവളും ഇന്നലെ വണ്ടിയിൽ ഒരു ബീരടിച്ച് ഇപ്പോൾ പോലീസ് കൈ കാണിച്ച് നിർത്തിയില്ലെന്ന് പറഞ്ഞിട്ട് ഒരു പറ്റം ആൾക്കാരെ പിന്നെ തൊപ്പീനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ടീം മുഴുവനായിട്ട് ഇപ്പം മൂത്രം എടുത്ത് നടന്നുകൊണ്ടിരിക്കുക, യൂറിൻ ടെസ്റ്റ് നടത്താൻ. നിഹാദ്, നീ എന്തുകൂടെ അമാനുഷികനാണോ? ഫുട്ബോളിൽ മിഷിയായെ ആയി കാണുന്ന മെസ്സിയെ പോലെയാണോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിഹാദ്? എന്നിരുന്നാലും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതിങ്ങളൊക്കെ ബ്രാൻഡ് വാല്യൂ അങ്ങനെ കുത്തനങ്ങ് ഇടിഞ്ഞു. ഇനിയിപ്പോൾ തൊപ്പീനെ ആരെങ്കിലും കാര്യമായിട്ട് അല്ല ഇനാഗ്രേഷൻ പ്രോഗ്രാമിൽ വിളിക്കാൻ സാധ്യതയില്ല. ഹനാൻഷ അവൻ്റെ പാട്ടും കരിയറായിട്ട് മുന്നോട്ട് പോകുന്നല്ലാതെ ഇപ്പം അവനെ വിശ്വസിച്ച് ഒരു ജ്വല്ലറിക്കാരന് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്ത അക്കൗണ്ട് ഡീറ്റെയിൽസിൽ 10-25 ലക്ഷം രൂപയോളം വന്നു എന്നൊക്കെ പറയുമ്പം അപ്പോൾ അതും ഒരു മിസ്കമ്മ്യൂണിക്കേഷനാണ്. എൻ്റെ കേസറ്റ് 25 ലക്ഷം, സീക്രട്ട് ഏജൻറ്റ് വേറെ, ഇങ്ങനെ എല്ലാവരും പെട്ടിടക്കുക. കാതിർ കരിപ്പൊടിയും പെട്ടു എല്ലാവരും. നടക്കട്ടെ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ ഒന്ന് വൃത്തിയാവട്ടെ.